ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെറൈറ്റി നാടൻ രീതിയിലുള്ള മുട്ടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 2 മുട്ട വെച്ചിട്ടുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അടിപൊളി സ്റ്റൈലുള്ള ഒരു അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും പോരും നമ്മുടെ ലൈവിലേക്ക്, നമ്മുടെ വീഡിയോ കാണാൻ എല്ലാവരും പോരും കേട്ടോ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മളൊരു അടിപൊളി മുട്ടക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. 2 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. അവിടെ കറിയുണ്ട്, അതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. ഇവിടെ മാത്രമേ കൂട്ടില്ല, അതുകൊണ്ട്. അപ്പം ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ എത്ര സവാള എടുത്ത് പച്ചമുളക് 2 എടുത്ത് 2 പച്ചമുളക് എടുത്ത് അരിഞ്ഞിട്ട് ഈ സവാളയാണ് സവാളയും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സവാള എടുത്തിരിക്കുന്നത്. തക്കാളി കഴുകി വെച്ചിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിൽ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വെറൈറ്റി മുട്ടക്കറിയാണ്. ഞാൻ ഇതിനിടയ്ക്ക് മുട്ടക്കറി റെസിപ്പി ഇട്ടിട്ടുണ്ട്, അത് എൻ്റെ സ്വന്തം റെസിപ്പി. ഇതൊരു വെറൈറ്റി മുട്ടക്കറിയാണ്. 2 പേര് ഉപയോഗിക്കുന്ന മുട്ടക്കറിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഒരേപോലെയാണ്, പക്ഷെ കറി വെച്ച് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകം, 2ഉം വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും. രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 പച്ചമുളകും ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. 2 തക്കാളിയും അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. തക്കാളി വേറൊരു പാത്രത്തിലാണ് മുറിച്ച് വെച്ചത്. സവാളയും പച്ചമുളക് വേറൊരു പാത്രത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ മുട്ട കൊണ്ടുവന്ന് എടുത്തിട്ടുണ്ട്. സവാള വെള്ളത്തിൽ അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ട് പഴുപ്പിൻ്റെ വീട്ടിലേക്ക് പാത്രത്തിലോട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ എടുത്താൽ എളുപ്പത്തിൽ മുട്ടയുടെ തൊലി കളയാന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയില്ല. അങ്ങനെ എടുത്ത് വെച്ച് മുട്ടയൊക്കെ നമ്മൾ ഇളക്കി ഇട്ടിട്ടുണ്ട്. തോട് കളഞ്ഞുകൊണ്ടിരിക്കുക. 2 മുട്ട എടുത്തോളൂ കേട്ടോ. ഇവിടെ എന്താ ലൈറ്റും വെട്ടമൊന്നുമില്ലേ? ലൈറ്റ് കറണ്ടില്ല, അതായിരുന്നു. ശരിയാണ് കേട്ടോ, പെട്ടെന്ന് മുട്ടയുടെ തോലൊക്കെ കളഞ്ഞ് കിട്ടുന്നുണ്ട്. തോലുള്ള ഓട് ഒരു നാട്ടിലുള്ള ഭാഷയല്ല. ഞങ്ങൾ പെട്ടെന്ന് ഇവിടുത്തെ ഭാഷയിൽ തോലി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഓട് എന്നിട്ടത് ഇങ്ങനെ 2 കഷ്ണമാക്കി അവിടെ കറിക്ക് ഇങ്ങനെ കഷ്ണമാക്കി ഇടുന്നത്. നമ്മൾ ചട്ടിയിട്ട് അടുത്ത് വെച്ചു. കുറച്ച് എണ്ണ എടുത്ത് ഒഴിച്ച് കൊടുത്ത് കടി ഉണ്ട് കേട്ടോ. കടുക് പൊട്ടി അതിനുശേഷം ഉള്ളി ഇടുന്നുണ്ട്, സവാള ഇട്ടിടുന്നുണ്ട്. സവാള ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അമ്മയുടെ പാചകമായതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക രീതിയിലുള്ള പാചകമൊക്കെയാണ്. സാധാരണ ഞാൻ സവാള ഇട്ട് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കും. അമ്മ തീ കൂട്ടി വെച്ചിട്ടാണ് ആകുന്നത്.
വാടി വരുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി എത്ര സ്പൂണാണ്? 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം വലിയ സ്പൂണാണ് കേട്ടോ. ഒരു സ്പൂൺ കൂടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. പച്ചമുളക് പൊടി ഇട്ട് കൊടുത്ത് ഉലുവപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു വെറൈറ്റിയാണ്. ഞാൻ ഇന്നൊരു മുട്ടക്കറിക്ക് ഉലുവ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉലുവ വറുത്ത് പൊടിച്ചാണ്. കുരുമുളക് പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടും. മുളക് പൊടി കുറച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറഞ്ഞു പോകാൻ തീ അതിനിടയ്ക്ക് വീഡിയോ ഓഫാക്കി കളഞ്ഞു. അത് നല്ലോണം ചൂടായിരുന്നു ചട്ടി. അപ്പോൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതായി പോകും, കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റുന്നുണ്ട്. എല്ലാ എണ്ണയിൽ നല്ലോണം വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ ഇതെല്ലാം കറിയൊക്കെ കലക്കി അടുപ്പ് വെച്ച് നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇത് ചാറ് നന്നായിട്ട് ഇത് വെന്ത് വരണം. തക്കാളി ഇതൊക്കെ ഇതിനകത്തോട്ടൊന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ മുട്ടയിട്ട് കൊടുക്കുന്നത്. തവി കൊണ്ട് ഇളക്കാൻ തുടങ്ങി. ഉപ്പിട്ട് കൊടുക്കാൻ പോകുന്നേ. ഉപ്പിടാൻ പോകുന്നേ. വറുത്തോണ്ട് തുമ്മുന്നു. ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കും. ഇത് അടച്ച് വേവിക്കുകയാണ്. മയോ കറിയെല്ലാം മുട്ട അടുപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുട്ട ഇട്ട് കൊടുക്കുവാണേ. മുട്ട എന്നാന്ന് കാണിക്ക്. അതായത് സ്പീഡാണ് കേട്ടോ. മുട്ട തെളിഞ്ഞിരിക്കുന്നത് അളകിയോട് എടുപ്പിക്കൊടു. അങ്ങനത്തെ മുട്ടക്കറി ആയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും വെന്ത് കഴിഞ്ഞു. നമ്മൾ മുട്ടക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഒന്നുകൂടി അടച്ച് വേവിക്കാനാണ്. അത് അടയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അടിക്കുക. കുറച്ച് ആവി പുറത്തോട്ട് പോട്ടെ. അങ്ങനെയാണ് അടിക്കുന്നത്. നമ്മളത് മൂടി വെച്ചടിക്കും. അങ്ങനെ മൂടി അടയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? അത് തിളച്ച് മറിയും. ഇങ്ങനെ ആകുമ്പോഴോ തിളച്ച് മറിയില്ല. കണ്ട, അതാണ് അതിൻ്റെ ഒരു ഇത് പറയുന്നത്. ഇതൊക്കെ പഴയ ഐഡിയയാണ്. പഴയ ഐഡിയ. മുട്ടക്കറി ഇതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വെള്ളം ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയതാ നല്ല അടിപൊളി ടേസ്റ്റിൽ കറി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി. അങ്ങനെ കറി ഇറക്കി വെക്കുകയാണ് അമ്മ. ഇറക്കി വെച്ച് നല്ല ഓഫാക്കുകയും ചെയ്ത് വെച്ചു. ഏതാ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി ഞാനത് കാണിച്ചു തരാം. അതുകൊണ്ട് പറയുന്നതിന് മുമ്പിൽ അടച്ചു വെച്ചു. അപ്പോൾ ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് മൂപ്പർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ കണ്ടോ, മുട്ട ഇരിക്കുന്നുണ്ടോ? നല്ല കറിയാട്ടോ. അതാ കണ്ടോ, സാധാരണ ഞാനൊക്കെ മുട്ട കറി വെച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും സംഭവം ഇളക്കി. പക്ഷെ ഇത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പൊടിയുന്നില്ല. എന്താണ് ഒരു മാജിക് എനിക്ക് തിരിയില്ല. ഓക്കെ, അപ്പോൾ കണ്ടോ ഒരു വെറൈറ്റി. സാധാരണ നമ്മൾ ഇതിൽ ഏറ്റവും വലിയ വെറൈറ്റി എന്ന് പറഞ്ഞത് തക്കാളി മസാലയൊക്കെ വെന്തതിന് ശേഷമാണ് തക്കാളി ഇട്ട് വയ്ക്കുന്നത്. അതാണ് ഒരു വലിയ പ്രത്യേകത. സാധാരണ നമ്മളെല്ലായിടത്തും കാണുന്നത് സവാള പച്ചമുളകിൻ്റെ കൂടെ വന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് വഴറ്റുന്നത്. പക്ഷേ ഇവിടെ കാണുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, പിന്നെ തക്കാളിയും പച്ചമുളക് ഒക്കെ വഴറ്റിയതിന് ശേഷം മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റി അതിനകത്ത് തക്കാളി ഇട്ടിട്ട് വഴറ്റുന്നതാണ്. അതാണ് എനിക്ക് തോന്നിയൊരു വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു.